ഞങ്ങളുടെ യാത്ര യു പിയുടെ അതിർത്തിയിൽ ഝാൻസി എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ വച്ച് യു പി പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. 70% യു പിയിലെ പോലീസുകാർ കാർസേവകർക്ക് അനുകൂലമായിരുന്നു, കാർസേവയ്ക്ക് അനുകൂലമായിരുന്നു. മുലായം സിംഗിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഈച്ച പോലും അവരുടെ അറിവില്ലാതെ അവിടെ പറക്കില്ല. അത്ര പഴുതടച്ച സുരക്ഷയായിരുന്നു മുലായം സിംഗ് സർക്കാർ അവിടെ നടപ്പാക്കിയത്. പിന്നെ സംഭവിച്ചത്, ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന കമ്മീഷണറുടെ രൂപവും ഭാവവും മാറി. അദ്ദേഹം എല്ലാ കർഷകരെയും അതായത് ലാത്തി പ്രയോഗത്തിനും ബാക്കി കാര്യങ്ങൾക്കും വേണ്ടി പോലീസുകാരോട് ആജ്ഞ കൊടുത്തു. പിന്നെ നടന്നത് ഒരു നരനായാട്ടാണ്. വായ്ക്കുള്ളിലേക്ക് ടിയർ ഗ്യാസ് ഷെല്ല് അടിച്ച് കയറി. അങ്ങനെ മുഴുവൻ ടിയർ ഗ്യാസിൻ്റെ പുകയും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലായി. ഇദ്ദേഹം കിടന്ന് പിടയ്ക്കുകയാണ് സുരേഷ്. അയാൾ അടികൊണ്ട് വീണ് കിടന്ന കർഷകർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുപോയപ്പോൾ ആ വെള്ളം പിടിച്ച് വാങ്ങിച്ചിട്ട് വെള്ളം കൊണ്ടുപോയി എന്ന കാരണത്താൽ 2 കൈയും അടിച്ച് ചതച്ചു. ഇനി ഒരു നുള്ളു മണ്ണ് ഒരു കർഷകൻ്റെ ഇന്മേൽ വീഴില്ല എന്ന് അദ്ദേഹം ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചു. അഥവാ അങ്ങനെ വീഴുകയാണെങ്കിൽ അന്ന് രാജേന്ദ്ര അഗ്നിഹോത്രി എന്ന ഞാൻ ഉണ്ടാവില്ല. എന്നെ കൊന്നിട്ടായിരിക്കും ഇനി നിങ്ങളുടെ മേൽ എന്തെങ്കിലും സംഭവിക്കുന്നത്. പക്ഷെ ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന് കാർസേവകർ അവിടുത്തെ ഗ്രാമവാസികളുടെ അതുപോലെ നഗരവാസികളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി അവർ പട്ടിണി കിടന്നും കാർസേവകർക്ക് ആഹാരം കൊടുത്തുകൊണ്ട് ശ്രീരാമൻ്റെ ക്ഷേത്രം അവിടെ ഉയർത്തുവാൻ വേണ്ടി അവർ വലിയൊരു യജ്ഞത്തിലായിരുന്നു. കോടാനുകോടി ഹൈന്ദവരുടെ പതിറ്റാണ്ടുകളായുള്ള ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന്റെ വേളയിലാണ് നമ്മൾ ഭാരതീയർ ഇപ്പോൾ. അയോധ്യ ഈ വരുന്ന 22-ാം തീയതി, ജനുവരി 22-ാം തീയതി അയോധ്യ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. ആ ഒരു പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒട്ടനവധി പേരുണ്ട്. ചിലരാണ് നമ്മളുടെ കർസേവകർ. കാര്യം ഇവരുടെ വലിയ ഒരു ത്യാഗമുണ്ട് ഈ ഒരു പ്രാണപ്രതിഷ്ഠയിലേക്ക് എത്തുന്ന ഈ ഒരു മുഹൂർത്തത്തിന് പിന്നിൽ. പതിറ്റാണ്ടുകളുടെ ഒരു പ്രയത്നം എന്ന് നമുക്ക് പറയേണ്ടി വരും. അന്ന് ഈ കർസേവയിൽ പങ്കെടുത്ത പല മലയാളികളെയും നമ്മൾ കണ്ടു കഴിഞ്ഞു, പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഒക്കെ. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും അന്ന് കർസേവയിൽ പങ്കെടുത്ത ജന്മഭൂമിയുടെ ഡയറക്ടറും ഒക്കെയായ ശ്രീ ജയചന്ദ്രൻ, പാപ്പനംകോട് ജയചന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്. ശ്രീ ജയചന്ദ്രൻ ചേട്ടാ, ഈ പറഞ്ഞതുപോലെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഹൈന്ദവരുടെ അല്ലെങ്കിൽ ഭാരതീയരുടെ ഒരു സ്വപ്ന സഫലീകരണ മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ മുഹൂർത്തത്തിൽ നിന്നുകൊണ്ട് അന്നത്തെ ആ ഒരു കർസേവയ്ക്ക് പോയതുമൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ നോക്കി കാണും? നമസ്തേ. 1990 അയോധ്യയിൽ നടന്ന കാർസേവയ്ക്ക് തിരുവനന്തപുരം ഗ്രാമജില്ലയിൽ നിന്നുള്ള കാർസേവകരെ നയിക്കേണ്ട ചുമതല എന്നിൽ നിക്ഷിപ്തമായി. എന്നെയാണ് ആ കാര്യത്തിന് നിയോഗിച്ചത്. ഒരു ജില്ലയിൽ നിന്ന് 100 കാർസേവകരെയാണ് അന്ന് അയോധ്യയിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. ആ കാലഘട്ടം നമുക്ക് അറിയാം. ശ്രീ മുലായം സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് യു പി ഭരിക്കുന്നത്. യു പിയിൽ അതുകൊണ്ട് തന്നെ അയോധ്യ പ്രക്ഷോഭത്തിന് എല്ലാവിധത്തിലുള്ള തടസ്സവും മുലായം സിംഗ് സർക്കാർ നടപ്പാക്കിയിരുന്നു. കാർസേവ അനുവദിക്കില്ല എന്ന നിലപാടായിരുന്നു മുലായം സിംഗ് ഗവൺമെൻറ്റിൻ്റേത്. അതുകൊണ്ട് തന്നെ ഒരു കർസേവകരെയും യു പിയുടെ അതിർത്തിക്കുള്ളിൽ കയറ്റില്ലെന്നും അയോധ്യയിലേക്ക് ഒരു കർസേവകനും എത്തില്ല എന്നും
അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിനുവേണ്ടിയുള്ള നടപടികളെല്ലാം മുലായം സിംഗ് ഗവൺമെൻറ്റിൻ്റെ സർക്കാർ മാസങ്ങൾക്ക് മുമ്പേ നടപ്പാക്കിയിരുന്നു. രാജ്യമെമ്പാടും രാമജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെ അലയൊലികൾ ശക്തമായി തുടർന്നുകൊണ്ടിരുന്നു. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ എല്ലാ ഭാഗത്തു നിന്നും, ഭാരതത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും കാർ സേവകരെ എത്തിക്കാൻ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രാമ ജന്മഭൂമി മുക്തി യജ്ഞ സമിതി പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം ഗ്രാമജില്ലയിൽ നിന്ന് 100 കാർ സേവകരെ അയോധ്യയിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. അതിന് കുറേ നിബന്ധനകളുണ്ടായിരുന്നു. ഒരു വീട്ടിൽ നിന്ന് ഒറ്റ മകൻ മാത്രമുണ്ടെങ്കിൽ അയാളെ കർസേവയ്ക്ക് കൊണ്ടുപോകണ്ട എന്ന് തീരുമാനിച്ചു. ഒന്നിലധികം ആൾക്കാരുള്ള വീടുകളിൽ നിന്നാണ് കർസേവകരെ തിരഞ്ഞെടുത്തത്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ, അതായത് അസുഖബാധിതരായ ആൾക്കാരെ കൊണ്ടുപോകണ്ട എന്ന് നിശ്ചയിച്ചിരുന്നു. മാത്രമല്ല, പരീക്ഷകൾ, അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റുകൾ, ഇങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നവരെയും ഈ കർസേവകരായിട്ട് നിശ്ചയിക്കേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. ഗ്രാമജില്ലയിൽ നിന്ന് 287 പേരാണ് പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മളെ സമീപിച്ചത്. അതിൽ നിന്ന് 100 പേരെ സെലക്ട് ചെയ്തു. ഈ 100 പേരെ അയോധ്യയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. നമുക്കറിയാം, 1990 കർസേവയ്ക്ക് നിശ്ചയിക്കപ്പെടുന്ന ആ ദിവസത്തിന് വളരെ മുൻപ് തന്നെ അയോധ്യയിൽ എത്തണമെന്നാണ് തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് കർസേവ നടത്താൻ നിശ്ചയിച്ചിരുന്ന ആ ദിവസത്തിനും 1 മാസം മുമ്പെങ്കിലും അയോധ്യയിൽ എത്തണം എന്ന് തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി എല്ലാ കർസേവകരും അവരുടെ ഗ്രാമങ്ങളിൽ ശ്രീരാമനാമ ജപവുമായി എല്ലാ ഗ്രാമവാസികളുടെയും അനുഗ്രഹം വാങ്ങിക്കൊണ്ട് കാർസേവയ്ക്ക് പോകാൻ നെയ്യാറ്റിൻകര രാമേശ്വരം എന്ന സ്ഥലത്ത് ഒന്നിച്ചുകൂടി. 100 പേരിൽ നിന്ന് അപ്പോഴത്തേക്കും 13 പേര് ഒഴിവായിരുന്നു. വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും മറ്റുമൊക്കെ ഭയം മൂലം അവരെ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് പിന്നീട് മനസ്സിലായത്. ഈ 87 പേര് രാമേശ്വരം ക്ഷേത്രത്തിൽ തലേ ദിവസം ഒത്തുകൂടി അവിടെ വച്ച് അയോധ്യയിൽ എത്തുന്നത് വരെയുള്ള, തിരിച്ചു വരുന്നത് വരെയുള്ള കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്തു. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്, അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ഓരോരുത്തരും എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇതിനൊക്കെ കുറിച്ച് നിർദ്ദേശങ്ങൾ വിശ്വഹിന്ദു പരിഷത്ത് നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്ന നിർദ്ദേശങ്ങൾ എല്ലാ കർസേവകർക്കും നൽകി. എല്ലാവർക്കും ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്തു. അതിനുശേഷം രാമനാമ ജപവുമായി ഒന്നിച്ചിരുന്ന് ഭജൻ പാടിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നെയ്യാറിൽ കുളി കഴിഞ്ഞ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാവരും ദർശനം നടത്തി. അതിനുശേഷം വലിയ ഒരു സംഘം രാമഭക്തരായ നാട്ടുകാരുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും വാങ്ങിക്കൊണ്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്
അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു. സാധാരണ കമ്പാർട്ട്മെൻറ്റിലാണ് എല്ലാ കർഷകരും യാത്ര ചെയ്തത്. ഞങ്ങളുടെ യാത്ര യു പിയുടെ അതിർത്തിയിൽ ഝാൻസി എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ, ട്രെയിൻ എത്തിയപ്പോൾ അവിടെ വച്ച് യു പി പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ ജില്ലയിൽ നിന്ന് വരുന്ന കർഷകരെ പ്രമുഖമായിട്ട് എന്നെ നിശ്ചയിച്ചുവെങ്കിലും സഹായിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ VSDPയുടെ ചെയർമാൻ ശ്രീ ചന്ദ്രശേഖരൻ സഹപ്രമുഖായി, അതുപോലെ വെളുപ്പിൽശാല ഹരി എന്ന് പറയുന്ന ഒരു കർഷകനാണ് സഹായിക്കാൻ നിശ്ചയിച്ച മറ്റൊരു കർഷകൻ. അപ്പം ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം കർഷകർ വേറെ ബഹളമൊന്നും വയ്ക്കാതെ പോലീസിനോട് വേറെ തടസ്സവാദങ്ങളൊന്നും ഉന്നയിക്കാതെ നിയമം പാലിച്ചുകൊണ്ട് തന്നെ അവർ പറഞ്ഞതനുസരിച്ച് വാഹനങ്ങളിൽ കയറി അവർ ഞങ്ങളെ ഝാൻസിയിൽ നിന്ന് ലളിത്പൂർ എന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. അവിടെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ്, ആ കോളേജ് താൽക്കാലിക ജയിലാക്കി മാറ്റിയിരുന്നു. ആ ജയിലിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ഈ ട്രെയിനിൽ ഞങ്ങൾ പോയ ഈ കേരള എക്സ്പ്രസ്സിൽ പല സ്ഥലത്തു നിന്നും, അതായത് കർണാടകത്തിൽ നിന്നും, അതുപോലെ ആന്ധ്രയിൽ നിന്ന്, മറ്റ് മഹാരാഷ്ട്രയിൽ നിന്ന്, അങ്ങനെ പല സംസ്ഥാനത്തു നിന്നുള്ള കർഷകർ കയറിയിരുന്നു. ആ ട്രെയിനിലുള്ള എല്ലാ കർഷകരെയും അറസ്റ്റ് ചെയ്ത് ലളിത്പൂരിൽ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ ലളിത്പൂർ എത്തിയപ്പോൾ 867 കർഷകർ മൊത്തം ആ കോളേജിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് എത്തിച്ചിരുന്നു. അങ്ങനെ ജയിലിലെത്തിയ ഞങ്ങൾ ജയിലിൽ ഓരോ ദിവസവും കഴിഞ്ഞുകൂടേണ്ടത് എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിക്കാൻ ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രമുഖമായി നിശ്ചയിച്ചിരുന്ന ആൾക്കാരെ വിളിച്ചുകൂട്ടി ഈ ജയിൽവാസം എങ്ങനെ ആയിരിക്കണമെന്ന് നിശ്ചയിച്ചു. അപ്പോൾ ജയിലിലെ കാര്യപരിപാടി, ഒരു ദിവസം രാവിലെ എണീറ്റ് ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ കർഷകർ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് തീരുമാനിക്കപ്പെട്ടു. രാവിലെ പ്രാതസ്മരണയോടുകൂടി തുടങ്ങി, അതിനുശേഷം ലഘു യോഗാസനങ്ങളും ബാക്കി കാര്യങ്ങളും, രാവിലെ ഒരു ശ്രീരാമ പൂജ, അതിനുശേഷം ഉച്ചയ്ക്ക് അവർ അധികൃതർ തരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് വിശ്രമം, അതിനുശേഷം വീണ്ടും ചില ലഘു കളികൾ, വൈകുന്നേരമാകുമ്പോൾ വീണ്ടും ഭജനയും മറ്റ് കാര്യങ്ങളും. അതുപോലെ തന്നെ ഇതിനിടവേളകളിൽ ഓരോ സംസ്ഥാനത്തെയും കർഷകർ പരസ്പരം പരിചയപ്പെടുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നിരുന്നു. ഒരു തരത്തിൽ ഞങ്ങളെല്ലാം ജയിലിലാണെങ്കിലും ജയിൽ എന്ന തോന്നൽ ഉണ്ടായില്ല. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ക്യാമ്പിൽ പോയാൽ അങ്ങനെ ആ അന്തരീക്ഷത്തിലാണ് കഴിഞ്ഞിരുന്നത്. പോലീസുകാരുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു അവിടെ ക്യാമ്പിൽ? പോലീസുകാർ ക്യാമ്പിൽ UP പോലീസിൻ്റെ ഒരു പൊതു സ്വഭാവം ഞങ്ങൾ കണ്ടത്, 70% UPയിലെ പോലീസുകാർ കർഷകർക്ക് അനുകൂലമായിരുന്നു, കർഷകർക്ക് അനുകൂലമായിരുന്നു. 30% പോലീസുകാർ കർഷകരെ ശത്രുക്കളായി കണ്ടു. അവർ മുലായം സിംഗ് സർക്കാരിൻ്റെ ഏത് ആജ്ഞയും ശിരസാ വഹിച്ചുകൊണ്ട് കർഷകരെ ദ്രോഹിക്കാൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ക്യാമ്പുകളിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മൂന്നാം മുറ പ്രയോഗമോ അത്തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു? ക്യാമ്പിൽ ഞങ്ങളിങ്ങനെ തുടർന്നു, ദിവസങ്ങൾ അങ്ങനെ പോവുകയാണ്. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് യാതൊരു നിർവാഹവുമില്ല. ആകെ ഞങ്ങൾക്ക് പുറത്തെ കാര്യങ്ങൾ അറിയുന്നത് ഒരു കർഷകൻ കൊണ്ടുവന്ന ഒരു പോക്കറ്റ് ട്രാൻസിസ്റ്റർ റേഡിയോ ഉണ്ടായിരുന്നു. ആ റേഡിയോയിൽ കിട്ടുന്ന വാർത്തകളാണ്. ആ വാർത്തകൾ തന്നെ BBC-യുടെ വാർത്തകളാണ് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിന് ആശ്രയിച്ചിരുന്നത്. ബാക്കിയെല്ലാം മിക്കവാറും തെറ്റായ വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്.
നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അദ്വാനിജിയുടെ രഥയാത്രയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ ഉമാഭാരതിയും അശോക് സിംഗാൾജിയും മുരളി മനോഹർ ജോഷിയും അവരൊക്കെ ഓരോ ദിവസവും നടത്തുന്ന പ്രക്ഷോഭ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞിരുന്നത്, നാട്ടിലെമ്പാടും നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അറിഞ്ഞിരുന്നത് ഈ ട്രാൻസിസ്റ്റർ റേഡിയോയിൽ കിട്ടുന്ന ന്യൂസിലൂടെ മാത്രമാണ്. പിന്നീട് പോലീസിലെ ചില ആൾക്കാർ നമുക്ക് ചില വിവരങ്ങൾ കൈമാറിയിരുന്നു. ഇങ്ങനെ രണ്ട് വിധത്തിലാണ് ഞങ്ങൾക്ക് ഈ വിവരങ്ങൾ കിട്ടിയിരുന്നത്. കാർസേവ അങ്ങനെ അടുത്തു വന്നു, ആ ദിനം അടുത്തു വന്നു. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു പിടിപാടുമില്ല. ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ത് ചെയ്യണം. കാരണം ഞങ്ങൾ ജയിലിലാണ്. പക്ഷെ ജയിലിൽ കിടക്കാനല്ലല്ലോ ഞങ്ങൾ പോയത്, അയോധ്യയിൽ കർസേവയ്ക്കല്ലേ പോയത്. അപ്പോൾ അയോധ്യയിലെത്തണം, അതിനെന്താണ് മാർഗം? ഇവിടെ നിന്ന് ഞങ്ങളെ ധരിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന നിർദ്ദേശം, കേരളത്തിൽ നിന്ന് ഞങ്ങൾ പോകുന്നതിന് മുൻപ് 3 പ്രമുഖരായ കാര്യകർത്താക്കളെ അയോധ്യയിലേക്ക് സംസ്ഥാനം നിയോഗിച്ചിരുന്നു. അത് ഒന്ന് ശ്രീ വിശ്വംബപ്പ, മറ്റുള്ള ആൾ ശ്രീ എ ഗോപാലകൃഷ്ണൻ, മൂന്നാമത്തെ ആൾ തിരുവനന്തപുരത്തു നിന്നുള്ള ശ്രീ രാജശേഖരൻ. ഇവർ 3 പേരും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അയോധ്യയിലെ ഗ്രാമങ്ങളിൽ ഒളിവിൽ താമസിച്ചുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യാൻ എത്തിയിരുന്നു. അപ്പോൾ ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നുമില്ല, ലാൻഡ് ലൈനാണ് ഉള്ളത്. അപ്പോൾ അവരെ ബന്ധപ്പെടാനുള്ള നമ്പറുകൾ നമുക്ക് തന്നിരുന്നു. കൂടാതെ ഈ രാമജന്മഭൂമി മുക്തിയജ്ഞ സമിതിയുടെ ഉത്തർപ്രദേശിലെ പ്രമുഖരായ 2 നേതാക്കന്മാരുടെ നമ്പറും നമുക്ക് തന്നിരുന്നു. ഇവരെ ബന്ധപ്പെടണമെന്നാണ് ഇവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം. പക്ഷെ നിർഭാഗ്യവശാൽ ഞങ്ങൾ ഝാൻസിയിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ലളിത്പൂർ ജയിലിലായി. ജയിലിൽ നിന്ന് ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഇവരെ ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പം ഞങ്ങൾ പോലീസിൽ ഇതിനനുകൂലമായ ആൾക്കാരെ കണ്ട് സംസാരിച്ചു. എങ്ങനെയെങ്കിലും ഈ നമ്പറിൽ ബന്ധപ്പെടാൻ കഴിയുമോ എന്നൊന്ന് നോക്കണം. അങ്ങനെ ഒരു പോലീസ് ഓഫീസർ ഈ നമ്പർ വാങ്ങിയിട്ട് പോയി. അദ്ദേഹം വൈകുന്നേരം മടങ്ങി വന്ന് പറഞ്ഞു, ഈ നമ്പറുകളിൽ ഒന്നും തന്നെ ഇവരെ ആരെയും കിട്ടുന്നില്ല എന്ന വിവരം ഞങ്ങൾ ധരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നറിയാത്ത അവസ്ഥയായി. പിന്നീടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്, ഇവരെല്ലാം താമസിച്ചിരുന്ന ഗ്രാമങ്ങളുടെ വീടുകൾ റെയ്ഡ് ചെയ്യപ്പെടുകയും അവരെല്ലാം അവിടെ നിന്ന് പോകുകയും വാസസ്ഥലങ്ങൾ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇവരെ ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാൻ കഴിയാത്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു നിർദ്ദേശവും കിട്ടാതായപ്പോൾ പുറത്ത് നിന്ന് എങ്ങനെയെങ്കിലും പുറത്തെത്തി അവിടെ നിന്ന് പുറത്തെ ഫോണിൽ നിന്ന് കേരളത്തിലേക്ക് വിളിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ സംസ്ഥാന ആൾക്കാരെ വിളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കാർസേവർക്ക് അനുകൂലമായ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചു, ഞങ്ങളെ സഹായിക്കണം, ഇങ്ങനൊരവസ്ഥയാണ്. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം, ആ പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് ഞങ്ങളോട് പറഞ്ഞു, രാത്രി 10 മണിയോട് അടുത്ത് നിങ്ങൾ 2 പേർ, നിശ്ചയിക്കപ്പെട്ട 2 പേര് ഈ കോളേജിൻ്റെ അങ്ങേ അറ്റത്തുള്ള മതിലിൻ്റെ അവിടെ വരണം. ആ മതിൽ കയറി ചാടി പുറത്തെത്തുമ്പോഴേ നിങ്ങളെ കൊണ്ടുപോകാൻ ഒരു വാഹനം തയ്യാറായി നിൽക്കുന്നുണ്ടാവും, ആ വാഹനത്തിൽ കയറി ഇരുന്നാൽ മതിയെന്നും നിർദ്ദേശം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും നെയ്യാറ്റിൻകരയുള്ള ശ്രീ MP ബാലകൃഷ്ണൻ, ഞങ്ങൾ 2 പേരും പുറത്തു പോകാൻ നിശ്ചയിക്കപ്പെട്ടു. രാത്രി 10 മണിയായി. ഞങ്ങൾ 2 പേരും മതിൽ കയറി ചാടി പുറത്ത് റോഡിലെത്തിയപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ ഒരു പോലീസ് ജീപ്പ് തയ്യാറായി നിന്നിരുന്നു. കാരണം മറ്റൊരു വാഹനവും സുരക്ഷിതമല്ല. മുലായം സിംഗിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഈച്ച പോലും അവരുടെ അറിവില്ലാതെ അവിടെ പറക്കില്ല. അത്ര പഴുതടച്ച സുരക്ഷയായിരുന്നു മുലായം സിംഗ് സർക്കാർ അവിടെ നടപ്പാക്കിയത്.
സംശയം തോന്നുന്ന എല്ലാ വീടുകളും റെയ്ഡ് ചെയ്യപ്പെട്ടു. കരമാർഗമോ ജലമാർഗമോ വ്യോമമാർഗമോ ഒരു കർഷകനും UP-ക്കുള്ളിൽ കടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. എല്ലാ പ്രൈവറ്റ് വാഹനങ്ങളുടെയും 6 മണിക്ക് ശേഷം പൊതുനിരത്തിലിറങ്ങി ഓടാൻ അനുവാദമില്ലായിരുന്നു. ആകെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള വാഹനങ്ങൾ മാത്രമേ 6 മണിക്ക് ശേഷം നിരത്തിലിറങ്ങാൻ കഴിയുമായിരുന്നുള്ളൂ. മാത്രമല്ല, അവിടുത്തെ പൊതുഗതാഗതം പോലും വളരെ പരിമിതമായ നിലയിൽ കുറച്ചു. പൊതുഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളിൽ പോലും പോലീസിൻ്റെ കർശന സുരക്ഷയുണ്ടായിരുന്നു. അവരുടെ പരിശോധനയ്ക്ക് ശേഷമേ അവിടെ പൊതുഗതാഗതം അനുവദിച്ചിരുന്നുള്ളൂ. പ്രൈവറ്റ് വാഹനങ്ങളെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമായി മാത്രമാണ് വിട്ടിരുന്നത്. അതായത് ആശുപത്രിയോ അങ്ങനെയുള്ള എമർജൻസി കേസുകൾ മാത്രമാണ് വിട്ടിരുന്നത്. ബാക്കിയൊന്നും വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന ഗവൺമെൻറ്റിന് നിർദ്ദേശമുണ്ടായി. ശരിക്കും ഒരു കിരാതമായ ഭരണം എന്ന് പറയുന്നത് അവിടെ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. കാരണം റേഷൻ തന്നെ 2 ആഴ്ച കൊടുക്കാതെ തടഞ്ഞു വെച്ചു. റേഷൻ പോലും നിരോധിച്ചു. കാരണം പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ ആഹാരം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകും. ഹോട്ടലുകളെല്ലാം അടച്ചിരുന്നു. ഒരൊറ്റ ഹോട്ടൽ പോലും UP-ക്കുള്ളിൽ പ്രവർത്തിച്ചില്ല. അതുപോലെ തന്നെ കടകൾ, അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്ന കടകൾ രാവിലെ 1 മണിക്കൂർ മാത്രമേ തുറക്കാൻ അനുവദിച്ചിരുന്നുള്ളൂ. അതുതന്നെ തദ്ദേശീയരായ ആൾക്കാർക്ക് വീട്ടിൽ 4 മെമ്പർ ഉണ്ടെങ്കിൽ ആ 4 മെമ്പർക്കും ആവശ്യമായ സാധനത്തിൽ കൂടുതൽ അവർ ആവശ്യപ്പെട്ടാൽ കൊടുക്കണ്ട എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ നിലയിലും ഒരൊറ്റ കർഷകൻ പോലും UP-ക്കുള്ളിൽ കടന്നു കഴിഞ്ഞാൽ സർക്കാർ അറിയുമെന്ന ഒരു അവസ്ഥ അവിടെ നിലനിന്നിരുന്നു. പക്ഷെ ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന് കർഷകർ അവിടുത്തെ ഗ്രാമവാസികളുടെ അതുപോലെ നഗരവാസികളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി അവർ പട്ടിണി കിടന്നും കർഷകർക്ക് ആഹാരം കൊടുത്തുകൊണ്ട് ശ്രീരാമൻ്റെ ക്ഷേത്രം അവിടെ ഉയർത്തുവാൻ വേണ്ടി അവർ വലിയൊരു യജ്ഞത്തിലായിരുന്നു. വാസ്തവത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ നിമിഷങ്ങളാണ്. കാരണം ഒരു ജനത എങ്ങനെയാണ് ഒരു ദേശത്തിന് വേണ്ടി, ഒരു നാടിന് വേണ്ടി, ഒരു സംസ്കൃതിക്ക് വേണ്ടി, ഒരു സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ത്യാഗം സഹിക്കുന്നത് എന്ന് നേരിൽ കണ്ട അനുഭവമായിരുന്നു. ഏതായാലും ഞങ്ങളെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ പോലീസ് വാഹനം മാത്രമേ അപ്പോൾ ലഭ്യമായിരുന്നുള്ളൂ. അങ്ങനെ ഒരു പോലീസ് ജീപ്പിൽ ഞങ്ങൾ 2 പേരെയും കയറ്റി ഞങ്ങൾ 2 പേരെയും അവിടുത്തെ ജില്ലാ ടെലികോം ഓഫീസിൽ കൊണ്ടുപോയി എത്തിച്ചു. അവിടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഓഫീസിൻ്റെ 2ാമത്തെ നിലയിൽ അദ്ദേഹത്തിൻ്റെ ക്യാബിൻ തുറന്ന് ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ക്യാബിനിൽ കയറ്റിയിട്ട് വാതിലുകൾ പൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ യഥേഷ്ടം സംസാരിച്ചോളൂ, എത്ര സമയം വേണമെങ്കിലും സംസാരിച്ചോളൂ, ഞങ്ങൾ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ആ ക്യാബിനുള്ളിൽ പൂട്ടി പുറത്തു വന്നു. ഞങ്ങൾ ആദ്യം വിളിച്ചത് എറണാകുളത്ത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അന്നത്തെ പ്രാന്തപ്രചാരക മാനനീയ ശ്രീ R. ഹരിയേട്ടനെയാണ്. ഹരിയേട്ടന് കാര്യാലയ പ്രമുഖ് ഫോൺ എടുത്തു. ഹരിയേട്ടനെ കിട്ടണം, ഇങ്ങനെ ഞങ്ങൾ UP-യിൽ നിന്നാണ് വിളിക്കുന്നത്, കർഷകരാണ്, കർഷക പ്രമുഖാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഉറങ്ങാൻ ആരംഭിച്ച ഹരിയേട്ടൻ ഉടൻ തന്നെ ഫോണിൽ വന്നു. അദ്ദേഹത്തോട് ഞങ്ങളുടെ അവസ്ഥ വിവരിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ഹരിയേട്ടൻ ഞങ്ങളെ ഉപദേശിച്ചു, എനിക്കിവിടെ നിന്ന് ഒരു നിർദ്ദേശവും നിങ്ങൾക്ക് തരാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടുത്തെ അന്തരീക്ഷത്തിൽ, അവിടുത്തെ ചുറ്റുപാടിൽ അവിടെയുള്ള ആൾക്കാർ എന്ത് പറയുന്നവോ, അവിടുത്തെ കാര്യകർത്താക്കൾ എന്ത് പറയുന്നവോ അതാണ് നിങ്ങൾ അനുസരിക്കേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങളെ ഉപദേശിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഞങ്ങൾ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിനോട് അങ്ങനെ വിശദമായി സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് നെയ്യാറ്റിൻകരയിൽ VSPയുടെ പ്രധാന പ്രവർത്തകനായ ബിസിനസ്സുകാരനായ ശ്രീ വീരലക്ഷ്മണ പത്മനാഭനെ വിളിച്ചു. അദ്ദേഹത്തിലൂടെ കേരളത്തിൽ നടക്കുന്ന കാര്യവും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും നെയ്യാറ്റിൻകരയും പാറശാലയും ഒക്കെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി ഈ പോലീസ് വാഹനത്തിൽ തന്നെ ഞങ്ങളെ വീണ്ടും
കോളേജിലെത്തിച്ചു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഉണർന്നപ്പോൾ കേൾക്കുന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. രാത്രിയിൽ കർഷകർ ചിലർ പുറത്തിറങ്ങി ബോംബ് തുടങ്ങിയ മാരക ആയുധങ്ങൾ സംഘടിപ്പിക്കാനാണ് അവർ പുറത്തിറങ്ങിയത്. അവർ വലിയ ഒരു പ്രക്ഷോഭത്തിന് കോപ്പ് കൂട്ടുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ധാരാളം ആയുധങ്ങൾ ഈ ജയിലിലെത്തിയിട്ടുണ്ട് എന്ന വാർത്തയാണ് പോലീസിന് കിട്ടിയത്. ഏതോ യു.പിയിലെ പോലീസുകാരനാണ് ഞങ്ങൾ പുറത്തു പോയത് ഒറ്റുകൊടുത്തത് എന്നുള്ളതിന് സംശയമില്ല. ഏതായാലും റെയ്ഡ് നടക്കുമെന്നുള്ള കാര്യം പോലീസ് തന്നെ നമ്മളെ വിവരം അറിയിച്ചു. രാവിലെ ഒരു 10:30 മണിയോടുകൂടി ഏതാണ്ട് 400ഓളം വരുന്ന പോലീസുകാർ അവിടുത്തെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ജയിലിനുള്ളിലേക്ക് വന്നു പരിശോധന ആരംഭിച്ചു. അപ്പോൾ ഈ വിവരം കിട്ടിയ ഉടൻ തന്നെ ഞങ്ങൾ എല്ലാ കർഷകരുടെയും അഭ്യർത്ഥിച്ചു, നിങ്ങളുടെ പക്കൽ ആയുധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. കാരണം ഈ കർഷകർക്ക് വന്നിട്ടുള്ളത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകർ മാത്രമല്ല, ശിവസേനയുടെ പ്രവർത്തകരുണ്ട്, പല സന്യാസ ആശ്രമങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, പല മഠങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, മറ്റു ചില സാംസ്കാരിക സംഘടനകളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ 867 പേരിൽ ഒരു 300-350 ആൾക്കാർ മാത്രമാണ് ഡയറക്റ്റായിട്ട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ കർഷകയ്ക്ക് വന്നവരുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം, അതായത് മറ്റ് ഭൂരിപക്ഷം പേര് വന്നിട്ടുള്ളത് മറ്റ് സംഘടനകളിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മേൽ നമുക്കൊരു നിയന്ത്രണവുമില്ല. ഞങ്ങൾ രാവിലെയുള്ള ഈ പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നത് ഒരു 350 പേരിനകത്താണ് പങ്കെടുക്കുന്നത്. മറ്റുള്ളവർ ആ പരിപാടികൾ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. വൈകുന്നേരം സംഘത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഈ പറഞ്ഞ നമ്പർ ഒരു 350ൻ്റെ അകത്ത് ആൾക്കാർ മാത്രമേ പ്രാർത്ഥന ചൊല്ലാൻ വരുള്ളൂ. മറ്റുള്ളവർ നോക്കി നിൽക്കുകയും അവരുടെ കാര്യങ്ങൾ, അതുപോലെ വൈകുന്നേരമായ അവർക്കും ഭജനയും ബാക്കി കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആകെ അവർ ചിലപ്പോൾ പരമാവധി ആൾക്കാർ വരുന്നത് വൈകുന്നേരത്തെ ശ്രീരാമ പൂജ ആരതി പോലെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനാണ് പരമാവധി ആൾക്കാർ വരാറുള്ളത്. ബാക്കി കാര്യങ്ങളിലൊന്നും അവർ സഹകരിച്ചിരുന്നില്ല. പക്ഷേ ഈ ഏതാണ്ടൊരു 10-12 ദിവസം കൊണ്ട് ഞങ്ങൾ അവരുമായിട്ട് മാനസികമായി അടുത്തു. അവരെ പരിചയപ്പെടുകയും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് കുറച്ച് അടുപ്പം, മാനുഷികമായ അടുപ്പം ഞങ്ങൾ വളർത്തിയെടുത്തിരുന്നു. ഏതായാലും എല്ലാവരോടും ഞങ്ങൾ ഇങ്ങനെ ഈ നിർദ്ദേശം കൊടുത്ത്, എന്തെങ്കിലും ആയുധം നിങ്ങളിൽ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞ് പോലീസ് റെയ്ഡ് ആരംഭിച്ചു. ആ റെയ്ഡിൽ 3 പേരുടെ പക്കൽ നിന്ന് ചെറിയ കത്തി പോലുള്ള ആയുധങ്ങൾ കണ്ടെടുത്തു. അതിലൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്ന, നെയ്യാറ്റിൻകരയിൽ നിന്ന് വന്ന ശ്രീ ശക്തിധരൻ എന്ന കർഷകൻ്റെ കയ്യിൽ നിന്നൊരു കത്തി പോലീസ് കണ്ടെടുത്തു. ശക്തിധരൻ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നീക്കം ആരംഭിച്ചു. അപ്പോൾ ഞങ്ങൾ നിശ്ചയിക്കപ്പെട്ട ആൾക്കാർ SP-യോട് സംസാരിച്ചു, കമ്മീഷണറോട് സംസാരിച്ചു. ഞങ്ങളിപ്പോൾ തന്നെ അറസ്റ്റിലാണ്, ജയിലിലാണ്. പിന്നെ നിങ്ങൾ എവിടെയാണ് കൊണ്ടുപോകുന്നത്? ഇത് സ്വകാര്യ ആവശ്യത്തിനുള്ള ചെറിയ ഒരു കത്തി ഒരു വലിയ ആയുധമായി നിങ്ങൾ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കമ്മീഷണറോട്, പോലീസ് അധികാരിമാരോട് ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തർക്കിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഒരു ശിവസേനയിലെ ഒരു യുവാവായ ഒരു സ്വാമി ഒരു തേങ്ങ എടുത്ത് ഈ പോലീസുകാരുടെ നേർക്കെറിഞ്ഞു. പിന്നെ സംഭവിച്ചത്, ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന കമ്മീഷണറുടെ രൂപവും ഭാവവും മാറി. അദ്ദേഹം എല്ലാ കർഷകരെയും അതായത് ലാത്തി പ്രയോഗത്തിനും ബാക്കി കാര്യങ്ങൾക്കും വേണ്ടി പോലീസുകാരോട് ആജ്ഞ കൊടുത്തു. പിന്നെ നടന്നത് ഒരു നരനായാട്ടാണ്. സന്യാസിമാരുൾപ്പെടെ, പ്രായമായ കർഷകർ ഉൾപ്പെടെ എല്ലാ ആൾക്കാരെയും ക്രൂരമായ മർദ്ദനത്തിനാണ് പോലീസ് വിധേയമാക്കിയത്. ആദ്യം അവർ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചു. അങ്ങനെയാണ് ഈ കർഷകരെ ആദ്യം അവരെല്ലാം ചിതറി ഓടിയവരെ പിന്തുടർന്ന് ഓരോ റൂമുകളിലും ചവിട്ടി തുറന്ന് ബൂട്ട് കൊണ്ട് ചവിട്ടി അരയ്ക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ലാത്തി കൊണ്ട് അടിച്ചും ബൂട്ട് കൊണ്ട് ചവിട്ടിയും അവർക്കാവുന്ന നിലയിലെല്ലാം അവർ കർഷകരെ ഉപദ്രവിച്ചു. പ്രായം നോക്കാതെ
അതുപോലെ സ്ഥാനം നോക്കാതെ, സന്യാസിയാണെന്ന് നോക്കാതെ, അവർക്ക് ഒരു നോട്ടവുമില്ല, എല്ലാവരെയും ഒന്നുപോലെ ക്രൂരമായി ഉപദ്രവിച്ചു. ഏതാണ്ടൊരു 35-40 മിനിറ്റാണത് നീണ്ടു നിന്നത്. ഞങ്ങളിവിടെ നിന്ന് പോയ കർസേവകരിൽ കോട്ടുകാലിനടുത്ത് പുത്തളം സുരേഷ് എന്ന് പറയുന്ന കർസേവകൻ്റെ വായ്ക്കുള്ളിലേക്ക് ടിയർ ഗ്യാസ് ട്രെയിൽ അടിച്ചു കയറി. അങ്ങനെ മുഴുവൻ ടിയർ ഗ്യാസിൻ്റെ പുകയും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലായി. ഇദ്ദേഹം കിടന്ന് പിടയ്ക്കുകയാണ് സുരേഷ്. അതായത് ഒരു മത്സ്യത്തെ കരയിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ശ്വാസം കിട്ടാതെ എങ്ങനെയാണോ പിടയും, അതുപോലെ സുരേഷ് കിടന്ന് പിടയുകയാണ്. അതുപോലെ വിഴിഞ്ഞം മുക്കോലയിലുള്ള ബിജുവിൻ്റെ കാല് പോലീസുകാർ തല്ലി ഒടിച്ചു. VSDP നേതാവ് ചന്ദ്രശേഖരനെ മൃഗീയമായിട്ടാണ് അടിച്ചത്. അതുപോലെ അന്ന് വളരെ പ്രായമുള്ള മുതിർന്ന നെയ്യാറ്റിൻകരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യകർത്താവായ, അവിടെ കാര്യവാഹം ഒക്കെ പിന്നീട് വനവാസി വികാസ കേന്ദ്രത്തിൻ്റെ പ്രചാരകനുമൊക്കെ ആയിപ്പോയ സർവാദരണീയനായ ശ്രീനിവാസ സാർ അദ്ദേഹത്തെ മൃഗീയമായി അടിച്ചു. MB ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് അടികൊണ്ടു. അങ്ങനെ പേരെടുത്ത് പറഞ്ഞാൽ എത്ര. ഇവിടെ ഈ നേമത്ത് ശാന്തികുളം വിനോദ് എന്ന് പറയുന്ന BJP പ്രവർത്തകൻ, BJP നേതാവുണ്ട്. അയാൾ അടികൊണ്ട് വീണ് കിടന്ന കർഷകർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുപോയപ്പോൾ ആ വെള്ളം പിടിച്ച് വാങ്ങിച്ചിട്ട് വെള്ളം കൊണ്ടുപോയി എന്ന കാരണത്താൽ 2 കൈയും അടിച്ച് ചതച്ചു, കൈപ്പത്തികൾ. അങ്ങനെ വിവരണാതീതമായ നിലയിലാണ് അവിടെ നടന്ന ആ ക്രൂരമായ ലാത്തിച്ചാർജ്. ഓരോരുത്തരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്ന പേരുകളാണ് പറഞ്ഞത്. മർദ്ദനമേറ്റ ഒട്ടേറെ കാര്യകർത്താക്കളുണ്ട്. ആ വന്ന ഈ 87 പേരിൽ 55 പേർക്ക് മൃഗീയമായി മർദ്ദനമേറ്റു. ഒരൊറ്റ മുറിയാണ് അവർക്ക് ചവിട്ടി തുറക്കാൻ കഴിയാത്തത്. ആ മുറിയിൽ ഉണ്ടായിരുന്നവർക്ക് മാത്രമാണ് മർദ്ദനം ഏൽക്കാത്തത്, ബാക്കി എല്ലാവർക്കും മർദ്ദനമേറ്റിരുന്നു. തുടർന്ന് അവർ തന്നെ, പോലീസ് തന്നെ ഭയപ്പെട്ടു സുരേഷിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ. ഈ ടിയർ ഗ്യാസ് ട്രെയിനിൽ കയറിയ സുരേഷിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അവർ തന്നെ ഭയപ്പെട്ടു. അങ്ങനെ സുരേഷിനെയും ബിജുവിനെയും മഹാരാഷ്ട്രയിലുള്ള 2 ശിവസേന പ്രവർത്തകനെയും ബീഹാറിൽ നിന്നുള്ള ഒരു കർസേവകനെയും പോലീസ് ജീപ്പിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ സംഘർഷം കഴിഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് നിന്ന് പോയ കർസേവകർ സംയമനം വീണ്ടെടുത്ത് തല്ലുകൊണ്ട എല്ലാ കർസേവകരെയും ചികിത്സ അവർ തന്നെ സ്വയം ഏറ്റെടുത്തു. ഇവിടെ നിന്ന് പോയ നമ്മുടെ കർസേവർ, അടികൊണ്ടവർ തന്നെ. MB ബാലകൃഷ്ണൻ ഹോമിയോ ഡോക്ടറാണ്. ശ്രീനിവാസ് സാറിന് ഈ മർമ്മ ചികിത്സയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. അദ്ദേഹം കുറച്ച് എണ്ണയൊക്കെ കൊണ്ടുവന്നിരുന്നു. ആ എണ്ണയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലാത്തി പ്രയോഗത്തിലോട്ട് വേദന കൊണ്ട് പുളയുന്ന ആൾക്കാരെ തടവിയും അതുപോലെ എണ്ണയിട്ടും പരിചരിച്ചു. അതുപോലെ ഫസ്റ്റ് എയ്ഡ് എല്ലാവരും കൊണ്ടുപോയിരുന്നു. അതെല്ലാം വാങ്ങിയിട്ട് ഫസ്റ്റ് എയ്ഡിൻ്റെ എല്ലാ കാര്യങ്ങളും, പ്രാഥമികമായ എല്ലാ ശുശ്രൂഷകളും നൽകി. മാരകമായി പരിക്കേറ്റ 7 പേരെ മാത്രമാണ് പോലീസ് ആശുപത്രി കൊണ്ടുപോയത്. ബാക്കിയുള്ളവരെല്ലാം നമുക്ക് അഭിമാനപൂർവ്വം പറയാം, ഈ ജില്ലയിൽ നിന്ന് പോയ കർസേവകരാണ് അവരെ പരിചരിച്ചത്, ശുശ്രൂഷിച്ചത്. അടി കൊണ്ടിട്ടും അതൊന്നും വകവയ്ക്കാതെ ധീരമായി മറ്റ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന കർസേവകരെ, അത് വിശ്വ പരിഷത്തെന്നോ RSS എന്നോ ഒന്നും നോക്കാതെ, ശിവസേന ആകട്ടെ ഏത് സംഘടന ആവട്ടെ, അവർ ശ്രീരാമ കാര്യത്തിന് വേണ്ടിയാണ്, ശ്രീരാമകാര്യ വിജയത്തിന് വേണ്ടി എത്തി എന്നുള്ള ആ ഒരു കാരണത്താൽ ആ കഴിഞ്ഞ ഒരു 10 ദിവസം ഒന്നിച്ച് വന്ന എല്ലാവരും ഞങ്ങളുടെ സഹോദരരാണ് എന്ന ആ ഭാവേന ശുശ്രൂഷകൾ നൽകി, ആശ്വസിപ്പിച്ചു, അവരെ സമാധാനിപ്പിച്ചു. ഈ സമയത്ത് അവിടെ ജില്ലാ കളക്ടർ എത്തി. ജില്ലാ കളക്ടറോട് ഞങ്ങൾ സംസാരിച്ചു. 2 കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. ഒന്ന്, ഈ ശക്തിധരൻ ഉൾപ്പെടെ 3 പേരെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്, അവരെ ഈ ജയിലിലേക്ക് തിരിച്ചെത്തിക്കണം. 2, ആശുപത്രിയിൽ കിടക്കുന്ന 7 ആൾക്കാരുണ്ട്, അവരെ കാണണം, അടിയന്തരമായി കാണണം. അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, ഞങ്ങൾക്ക് അവരെ കാണണമെന്ന് പറഞ്ഞു. കളക്ടർ ഉടനെ തന്നെ ഈ കാര്യത്തിൽ ആശുപത്രിയിൽ പോകാൻ ഉടനെ തന്നെ അനുവദിച്ചു. ഒരു പോലീസ് വാഹനം വന്നു, ഞങ്ങളെ
3 പേരെ പോലീസ് വാഹനത്തിൽ കയറ്റി അവിടുത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് പോയി. അവിടെ പോയപ്പോഴുണ്ട് ഈ സുരേഷിൻ്റെ നില മാത്രമാണ് നമുക്ക് കാഴ്ചയിൽ വളരെ അപകടകരമായി തോന്നിയത്. ബിജുവിൻ്റെ കാലൊടിഞ്ഞു, അത് കെട്ടി പ്ലാസ്റ്റർ ചെയ്തു ആ സമയത്തേക്ക്. ബാക്കി കുറച്ച് പരിക്കേറ്റവരെ അവർ പോലീസല്ല ഹോസ്പിറ്റലിൽ പ്രാഥമിക ശുശ്രൂഷ നൽകി അവിടെ ഇരുത്തിയിരിക്കുന്നു. സുരേഷിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്കയാണ്. അയാളെ അപ്പോൾ ICUയിൽ പ്രവേശിപ്പിച്ചിരുന്നു. നമ്മുടെ ഭാഗ്യത്തിന് അവിടെ ഹെഡ് നഴ്സായിട്ട് വന്നത് ത്രേസ്യാമ്മ ജോസഫ് എന്ന് പറയുന്ന ആറ്റിങ്ങൽകാരിയായ മലയാളിയാണ്. അപ്പോൾ അവർ പുറത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടും പേടിക്കണ്ട, കാരണം അവർ ഈ വന്നതിൽ 3 മലയാളികളെ അവർ തിരിച്ചറിഞ്ഞതുകൊണ്ട് അവർ എല്ലാവിധ സൗകര്യങ്ങളും ആശുപത്രിയിൽ കൊടുത്തിരുന്നു. നിങ്ങൾ ധൈര്യമായി പോകും. ഈ സുരേഷിൻ്റെ ശ്വാസകോശം മുഴുവൻ പുക നിറഞ്ഞിരിക്കുകയാണ്, അത് സക്ക് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പുക മുഴുവൻ പുറത്തു പോയി കഴിഞ്ഞാൽ അയാൾക്ക് പഴയ പോലെ ശ്വാസം എടുക്കാൻ കഴിയും. ഇപ്പം നമ്മൾ ശ്വാസം കൃത്രിമമായി കൊടുത്തിരിക്കുകയാണ്. പേടിക്കാനൊന്നുമില്ല, ജീവഭയം ഒന്നും ഉണ്ടാവില്ല, ജീവഹാനിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം, എൻ്റെ മകനെപ്പോലെ ഞാൻ നോക്കിക്കൊള്ളാം എന്നാണ് അവർ പറഞ്ഞത്. അത് നമുക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. ഞങ്ങളെന്തായാലും അവിടെ ആശുപത്രിയിൽ നിന്ന് മടങ്ങി ജയിലിലെത്തിയപ്പോൾ എല്ലാവരുമായിട്ട് ആലോചിച്ചു, ഈ കൊണ്ടുപോയ ആൾക്കാർ എന്ത് ചെയ്യും, അവരെങ്ങനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഒരു തീരുമാനമെടുത്തു, അവരെ തിരിച്ചു കൊണ്ടുവരുന്നവരെ ഞങ്ങൾ നിരാഹാരം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. ഒരു തുള്ളി വെള്ളം പോലും ആരും കുടിക്കില്ല എന്ന് തീരുമാനിക്കപ്പെട്ടു. കാരണം ഞങ്ങളിത് തീരുമാനിക്കുമ്പോഴത്തേക്കും ഏതാണ്ട് ഉച്ചയ്ക്ക് 12:30 മണി കഴിഞ്ഞു. ഈ ലാത്തി ചാർജും അതിനെ തുടർന്നുണ്ടായ എല്ലാ കാര്യങ്ങളും അവസാനിച്ച് ഞങ്ങൾ ആശുപത്രിയിൽ പോയി മടങ്ങി വന്നപ്പോഴത്തേക്കും 12:30 1 മണിക്കടുത്തായി. ഇവർക്ക് സർക്കാർ നിശ്ചയിക്കപ്പെട്ട ആഹാരം അവിടെ ജയിലിലെത്തിച്ചിരിക്കുകയാണ്. പക്ഷേ ആ ആഹാരം ആരും കഴിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ നിരാഹാരം അനുഷ്ഠിക്കുകയാണെന്ന് കളക്ടറോടും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും ഞങ്ങൾ പറഞ്ഞു. അവിടെ സംഭവിച്ച മറ്റൊരു കാര്യം, ഈ ശക്തിധരൻ ഉൾപ്പെടെയുള്ള 3 പേരെയും കൊണ്ടുപോയ പോലീസ് വാഹനം കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടുത്തെ ആൾക്കാർ, തദ്ദേശീയരായ സ്ത്രീജനങ്ങൾ തടഞ്ഞു. ആദ്യം 30 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് 50, 100, 500, 1000 നൂറുകണക്കിന് ഈ അമ്മമാർ ഈ വാഹനത്തെ വളഞ്ഞ് പോകാൻ അനുവദിച്ചില്ല. അതും അവിടുത്തെ ഭരണകൂടത്തിന് വലിയ തലവേദനയായി. ഇവിടെ ജയിലിലാണെങ്കിൽ ഞങ്ങൾ നിരാഹാരം ആരംഭിച്ചു. പെട്ടെന്ന് വാർത്ത എല്ലായിടവും പരന്നു. ജയിലിന് പുറത്ത് ആയിരക്കണക്കിന് പുരുഷന്മാർ തടിച്ചുകൂടി ജയിലിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ. ഞങ്ങളിവിടെ രാമനാമ ജപവുമായിട്ട് മുന്നോട്ട് പോയി നിരാഹാരം. കളക്ടർ 2 മണിയായപ്പോൾ കളക്ടർ വീണ്ടും വന്ന് അഭ്യർത്ഥിച്ചു, നിങ്ങൾ ആഹാരം കഴിക്കും, ഞാൻ എങ്ങനെയെങ്കിലും കർഷകരെ മടക്കി കൊണ്ടുവരാം. ഇല്ല, ഞങ്ങൾ കർഷകർ മടങ്ങി വന്നല്ലാതെ ആഹാരം കഴിക്കില്ല, മരണം വരെ ഞങ്ങൾ നിരാഹാരം കിടക്കും എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് കളക്ടർ മടങ്ങിപ്പോയി. ഒരു 3 മണിയോടുകൂടി അവിടുത്തെ BJP MP രാജേന്ദ്ര അഗ്നിഹോത്രി അദ്ദേഹം ജയിലിനുള്ളിലേക്ക് വന്നു. അദ്ദേഹം ഒളിവിൽ താമസിച്ചുകൊണ്ട് അവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയായിരുന്നു. അദ്ദേഹം ആദ്യമായി പുറത്തു വന്നു. നേരെ ജയിലിൽ വന്ന് അദ്ദേഹം ഞങ്ങളെ എല്ലാവരെയും അഭിസംബോധന ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ആദ്യം അദ്ദേഹം മാപ്പ് പറഞ്ഞു. ഈ സ്ഥലത്ത് വച്ച്, ഞാൻ MP ആയി ഇരിക്കുന്ന ഈ സ്ഥലത്ത് വച്ച് കർഷകർക്ക് ഇങ്ങനെ വലിയ പീഡനം ഏൽക്കേണ്ടി വന്നതിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും മാപ്പ് ചോദിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞു. അതിനുശേഷം ഇനി ഒരു നുള്ളു മണ്ണ് ഒരു കർഷകൻ്റെ ഇന്മേൽ വീഴില്ല എന്ന് അദ്ദേഹം ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചു. അഥവാ അങ്ങനെ വീഴുകയാണെങ്കിൽ അന്ന് രാജേന്ദ്ര അഗ്നിഹോത്രി എന്ന ഞാൻ ഉണ്ടാവില്ല, എന്നെ കൊന്നിട്ടായിരിക്കും ഇനി നിങ്ങളുടെ മേൽ എന്തെങ്കിലും സംഭവിക്കുന്നത്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഇനി
നിങ്ങളൊന്നുകൊണ്ടും ഭയക്കണ്ട, ഞാനുണ്ട്, ഞങ്ങളുണ്ട്. ഇവിടുത്തെ 867 കർഷകർക്ക് വേണ്ടി ആയിരങ്ങളാണ് പുറത്ത് നിൽക്കുന്നത്, അമ്മമാരുൾപ്പെടെ. നിങ്ങൾ ആഹാരം കഴിക്കാത്തത് കൊണ്ട് ഞങ്ങളും കഴിക്കുന്നില്ല. ഈ കർഷകരെ ജയിലിനുള്ളിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങളും കഴിക്കുന്നുള്ളൂ. അങ്ങനെ ധീരമായ പ്രഖ്യാപനം നടത്തിയിട്ട് അദ്ദേഹം പോയി. 7 മണിയോടുകൂടി ഈ 3 കർഷകരെയും തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുവന്നു. ശ്രീറാം വിളികളോടുകൂടി സന്തോഷത്തോടുകൂടി അവരെ എതിരേറ്റു. അതിനുശേഷമാണ് അന്ന് എല്ലാവരും ആഹാരം കഴിക്കാൻ തയ്യാറായത്. ഒരു വലിയ വിജയമായിരുന്നു സഹന സമരത്തിലൂടെ. അത് പുറത്ത് രാമസേവകരായ നാട്ടുകാരും അകത്ത് കർഷകരും ഒരുപോലെ നടത്തിയ സമരത്തിന് വിജയം കണ്ടു. പോലീസ് മുട്ടുമടക്കി, ഭരണാധികാരികൾ മുട്ടുമടക്കി, ഈ ആൾക്കാർ തിരിച്ചു കൊണ്ടുവന്നു. ഇതിനിടയിൽ ഈ കർഷകർ ആഹാരം കഴിക്കുന്നില്ല എന്നറിഞ്ഞിട്ട് ഇനി എപ്പോഴെങ്കിലും ആഹാരം കഴിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ആഹാരവുമായി 100 കണക്കിന് അമ്മമാർ ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് പോലീസ് അധികാരികൾ പറഞ്ഞു, അങ്ങനെ കൊണ്ടുവരുന്ന ആഹാരം നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ഏതെങ്കിലും കർഷകന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ മറുപടി പറയേണ്ടി വരും എന്ന് ജില്ലാ കളക്ടർ MP-യോട് അഭ്യർത്ഥിച്ചതിൻ്റെ ഫലമായി അത് പിന്നെ അവരെ സമാധാനിപ്പിച്ച് മടക്കി അയച്ചു. അങ്ങനെ ഞങ്ങൾ ആ ദിവസം 7 മണിക്ക് അതോടുകൂടി ഇതെല്ലാം അവസാനിപ്പിച്ച് അന്ന് പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത്, സംഘത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് 867 പേര്, അതായത് ആശുപത്രിയിലായ 7 പേരൊഴിച്ച് ബാക്കി 860 പേരും പ്രാർത്ഥന ചൊല്ലാൻ ആ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ഒന്നിച്ചു. അതിൻ്റെ തലേ ദിവസം വരെ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി 300-350 പേരെ വരുള്ളൂ. പക്ഷേ ആ ദിവസം 860 പേരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്നിച്ചു. അതും ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. കാരണം അപ്പോഴത്തേക്കും ഒരു കുടുംബം പോലെയായി. ആ ദിവസം അങ്ങനെ അവസാനിച്ചു. പിന്നെ കർസേവയ്ക്ക് 3 ദിവസമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇനി എന്താണ് വഴി? അപ്പോൾ ഞങ്ങൾ മറ്റൊരു വിവരം അറിഞ്ഞു. ഞങ്ങളുടെ അവിടെ നിന്ന് 4 കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരു ജയിലിൽ കേരളത്തിലെ കുറേ കർഷകരുണ്ട് എന്ന് മനസ്സിലാക്കി. അങ്ങനെ വീണ്ടും അവരെ കാണാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചു. ആ പരിശ്രമത്തിൻ്റെ ഫലമായി പോലീസ് കൊണ്ടുവന്ന ആഹാരം കൊണ്ടുവന്ന വാഹനത്തിൽ രഹസ്യമായി ഞങ്ങളെ കയറ്റി ആ ക്യാമ്പിലെത്തിച്ചു. 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ക്യാമ്പിലെത്തിച്ചു. അവർ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിൽ നിന്നും വന്നിട്ടുള്ള കർഷകരാണ്. അവരോട് ഞങ്ങൾ ആലോചിച്ചു. അവരും ഞങ്ങളുടെ അവസ്ഥയാണ്, ആരെയും ബന്ധപ്പെടാൻ കഴിയുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങൾ അരമണിക്കൂർ ഒന്നിച്ചിരുന്ന് ആലോചിച്ച് എന്ത് ചെയ്യണം. അപ്പോൾ അതിൽ പ്രമുഖരായി വന്ന ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞത്, നമുക്ക് എന്തായാലും അന്ന് ജയിൽ ഭേദിക്കാം, അയോധ്യയിലേക്ക് നമുക്ക് നീങ്ങുക എന്നുള്ള നിലയിൽ ജയിൽ ഭേദിക്കാം എന്ന് തീരുമാനിച്ചു. ഞങ്ങളെ മടക്കി സുരക്ഷിതമായി പോലീസ് തന്നെ ഞങ്ങളുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു, ജയിലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കർഷക ദിനം രാവിലെ എല്ലാ കർഷകരും രാമമന്ത്രവുമായി ഈ 860 പേരും ആശുപത്രിയിൽ നിന്നുള്ള ഒരാപ്പഴത്തേക്ക് കൊണ്ടുവന്നു. ഭാഗ്യവശാൽ സുരേഷൻ ഉൾപ്പെടെ ആർക്കും വലിയ മാരകമായ പരിക്കില്ലാത്തതുകൊണ്ട് എല്ലാവരെയും കൊണ്ടുവന്നു. അവരെ മാത്രം റെസ്റ്റിൽ ആക്കിയിട്ട് ബാക്കിയുള്ള കർഷകരെല്ലാം കൂടെ ജയിൽ ഭേദിക്കാൻ തീരുമാനിച്ചു. ഇതിനോടകം തന്നെ UP മുഴുവൻ അറിഞ്ഞു, പത്രമാധ്യമങ്ങളിലൂടെയും മറ്റ് ആകാശവാണിയിലൂടെ എല്ലാം അറിഞ്ഞു. ഈ ജയിലിൽ വളരെ അജിറ്റേറ്റീവായിട്ടുള്ള കർഷകരാണുള്ളത്. അതുകൊണ്ട് അവിടെ എന്തും സംഭവിക്കാമെന്ന ഒരു റിപ്പോർട്ട് വരുന്നതിൻ്റെ ഫലമായി അവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഈ ജയിലിന് ഒരു പ്രത്യേക സുരക്ഷാ സേനയെ നിയോഗിച്ചു. ഞങ്ങളന്ന് കർഷക ദിനം നോക്കിയപ്പോഴുണ്ട് 1500-2000 പോലീസുകാരാണ് തോക്കും മറ്റ് ആയുധങ്ങളും എല്ലാമായിട്ട് നിൽക്കുന്നത്. അതായത് ഒരു പ്രകാരത്തിലും നമുക്ക് ജയിൽ ഭേദിച്ച് പുറത്തു പോകാൻ കഴിയാത്ത നിലയിലാണ് അവർ നിലയുറപ്പിച്ചു. ഞങ്ങളൊരു പ്രകടനമായി ജയിലിൻ്റെ മുൻവശത്തുള്ള ഗേറ്റിൻ്റെ മുന്നിലേക്ക് വന്നു. പോലീസ് അവിടെ തടഞ്ഞു. അവിടെ ഇരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളി, അതായത് രാമമന്ത്രം മുഴക്കിക്കൊണ്ടുള്ള മുദ്രാവാക്യം വിളിയുമായിട്ട്
ഭജനയുമായിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പം BBC നിന്ന് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 11 മണിയോടുകൂടി സന്തോഷകരമായ ആ വാർത്ത വന്നു. അയോധ്യയിൽ കർസേവ നടന്നു. വിവാദപരമായ ആ കെട്ടിടത്തിന് മുകളിൽ കർസേവകർ കയറി കാവിക്കൊടി പാറിപ്പിച്ചു എന്ന വിവരം BBC റിപ്പോർട്ട് ചെയ്യുന്നു. അതിനെ തുടർന്ന് വലിയ വിജയ ആഹ്ലാദ പ്രകടനമാണ് ജയിലിൽ നടന്നത്. ശരിക്കും പോലീസുകാരെന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അവർക്ക് വിവരം കിട്ടുന്നില്ല. ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആഹ്ലാദ പ്രകടനം നടത്തുന്നു എന്ന് അവരന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞു കർസേവ നടന്നു. രാമസേവകർ ഈ കർസേവകർ അയോധ്യയിലെ വിവാദപരമായ ക്ഷേത്രം അവരുടെ കീഴിലാക്കി അവിടെ കാവിക്കൊടി ഉയർത്തി എന്ന സന്തോഷ വാർത്ത അവരെ അറിയിച്ചു. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് പോലീസുകാരും ജയ് ശ്രീറാം വിളി തുടങ്ങി. ഈ 30% പേര് തടഞ്ഞിട്ടും ഭൂരിപക്ഷം പോലീസുകാരും ജയ് ശ്രീറാം വിളിയിൽ പങ്കെടുത്തു. അവരും ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു. നടന്നതിൻ്റെ സന്തോഷം അവരും പങ്കുവച്ചു. അങ്ങനെ അന്ന് വൈകുന്നേരമായി. ഇനി എന്ത് ചെയ്യണം? കർസേവ നടന്നു. അയോധ്യയിലേക്കാണോ പോകേണ്ടത് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ അന്ന് വൈകുന്നേരം ജയിലിലെത്തിയ കളക്ടറും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പറഞ്ഞു ഈ പരിപാടി കഴിഞ്ഞു, ഇനി തിരിച്ചു നിങ്ങളെ നാടുകളിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോകില്ല, ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടാതെ ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിറ്റേ ദിവസം രാവിലെ വാഹനങ്ങളിൽ ഞങ്ങളെ ബീന എന്ന് പറയുന്ന UPയുടെ അതിർത്തിയിലുള്ള സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇറക്കി. അപ്പം ബീന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ വാരണാസി വഴി അയോധ്യയിലേക്ക് പോകാൻ തീരുമാനിച്ചു. വാരണാസിക്കുള്ള ട്രെയിനിൽ ഞങ്ങൾ കയറി. വാരണാസിയിൽ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ ഒരു 2 സ്റ്റേഷൻ പിന്നിട്ടപ്പോൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ 2 സംസ്ഥാന നേതാക്കൾ അവിടെ എത്തുകയും ഞങ്ങളോട് പറഞ്ഞു അശോക് സിംഗാൾജി ഉൾപ്പെടെ എല്ലാ ആൾക്കാരും നിർദ്ദേശം തന്നു കഴിഞ്ഞു, കർസേവകർ മടങ്ങിപ്പോകണം എന്ന്. അപ്പം നിങ്ങൾ ഏതായാലും അടുത്ത് ഒരു 2 സ്റ്റേഷൻ കൂടെ കഴിയുമ്പോൾ കഡ്നി എന്ന് പറയുന്ന സ്റ്റേഷൻ, മധ്യപ്രദേശിലെ കഡ്നി എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തും. അവിടെ നിങ്ങൾ ഇറങ്ങണം. ബാക്കി ഈ പറയുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്പർ തന്നു. അങ്ങനെ ഞങ്ങൾ കഡ്നി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. രാത്രി 11:30 അവിടെ എത്തിയത്. അവിടെ നിന്ന് ഈ നമ്പറിൽ വിളിച്ചു. അപ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഈ നമ്പറിലെ ആളിൻ്റെ പേരും മറ്റ് വിവരങ്ങളും പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ വെളിയിൽ തിരക്കിയപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സംഘചാലകൻ്റെ വീടാണ്. അദ്ദേഹം ഈ രാമ ജന്മഭൂമി മുക്തിയജ്ഞ സമിതിയുടെ അവിടുത്തെ കൺവീനറാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ലാൻഡ് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട് തേടി രാത്രി 12:30 മണിക്ക് സൈക്കിൾ റിക്ഷയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. വീട് കണ്ടുപിടിച്ചു. കാരണം ഈ എല്ലാ സൈക്കിൾ റിക്ഷക്കാർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം വളരെ പ്രശസ്തനായ ആളാണ്. വീട്ടിൽ പോയി ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ് ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയെന്ന് പറഞ്ഞു. അദ്ദേഹം ഉടനെ തന്നെ പുറത്തു വന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സരസ്വതി വിദ്യാനികേതൻ എന്ന സ്കൂളിൽ എത്തിച്ചു. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത് ഞങ്ങൾ ആരും ആഹാരം കഴിച്ചിട്ടില്ല, രാത്രിയുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഉടനെ തന്നെ ആഹാരത്തിൻ്റെ വ്യവസ്ഥ ചെയ്യാമെന്ന് പറഞ്ഞ് 1 മണിക്കൂറിൽ തന്നെ എല്ലാവർക്കും ആഹാരത്തെ എത്തിച്ചു. ആഹാരം കഴിച്ചപ്പോൾ രാത്രി 2 മണിയായി. ഈ ആഹാരം കൊണ്ടുവന്ന് കഴിച്ചു. പിന്നീട് എല്ലാവരും ആ സരസ്വതി വിദ്യാനികേതനിലെ മുറികളിലും പുറത്തും എല്ലാമായി ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ, BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്, മുനിസിപ്പൽ ചെയർമാൻ എന്ന് പറഞ്ഞു നമ്മുടെ ഈ കർസേവകർക്ക് ഒരു സ്വീകരണം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ 9:30 മണിക്ക് എല്ലാ കർസേവകരും വരണം, ഒരു നഗരപ്രദക്ഷിണം നടത്തണമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി. രാവിലെ 10 മണിക്ക് കഡ്നി എന്ന് പറയുന്ന ആ ഒരു മുനിസിപ്പൽ പ്രദേശത്ത്, ആ ടൗൺഷിപ്പിൽ ഒരു പ്രകടനം, അതായത് ഒരു പ്രകടനമായി നമ്മൾ പോകുന്നു. എല്ലാ സ്ഥലത്തു നിന്നും, എല്ലാ വീടുകളിൽ നിന്നും ആരതി ഒഴിഞ്ഞുകൊണ്ട്
എല്ലാ സ്ഥലത്തു നിന്നും പൂമാലകൾ ചാർത്തിക്കൊണ്ട് കർഷകരുടെ പാദ നമസ്കാരം ചെയ്തുകൊണ്ട് ഏതാണ്ട് ഒരു 3 കിലോമീറ്ററുള്ള നഗരപ്രദക്ഷിണം ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമാണ്. കാരണം ആളുകൾക്ക് രാമനോട് ഇത്രയധികം ഭക്തി ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. അപാലവൃത്തമാണ്. വൃദ്ധരായ ആൾക്കാർ വരെ, ചെറുപ്പക്കാർ, വളരെ ചെറിയ കുട്ടികളായ കർഷകരുടെ വരെ പാദ നമസ്കാരം നടത്തുക. അന്ന് ഉച്ചയ്ക്ക് ഈ സ്വീകരണത്തെ തുടർന്ന് അവിടുത്തെ ഗുരുദ്വാരയിലാണ് എല്ലാവരെയും അതിഥിയായി ക്ഷണിച്ച് അവിടെ നിന്നാണ് ആഹാരം നൽകിയത്. തുടർന്ന് കട്നിയിൽ നിന്ന് ഞങ്ങൾ ചെന്നൈയിലെത്തി. അപ്പോഴത്തേക്കും ഞങ്ങളുടെ കയ്യിൽ ഒരു കർഷകൻ്റെ കയ്യിലും കാശില്ല. ചെന്നൈയിലെത്തിയതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് വരണം. ഏതായാലും ഞങ്ങൾ അവിടുത്തെ സംസ്ഥാന കാര്യാലയത്തിലേക്ക്, പ്രാന്ത കാര്യാലയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ മദ്രാസിലുള്ള ചെട്ട്പട്ടിലുള്ള തീവ്രവാദികൾ തകർത്ത ആ പഴയ കാര്യാലയം, അവിടത്തേക്ക് ഞങ്ങളെത്തി. കാര്യാലയത്തിനുള്ളിൽ എല്ലാവർക്കും കിടക്കാൻ സ്ഥലമില്ല. എല്ലാവരും പുറത്തുനിന്നൊരു വലിയ വൃക്ഷം ഉണ്ടായിരുന്നു, അതിൻ്റെ ചുവട്ടിലാണ് വിശ്രമിച്ചത്. വൈകുന്നേരമുള്ള തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനിൽ എല്ലാവർക്കും അവിടെ നിന്ന് തന്നെ, കാര്യാലയത്തിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് വന്നു. അങ്ങനെ എല്ലാവരും നാട്ടിലേക്ക് മടങ്ങിയെത്തി. വിജയകരമായ ആ കർസേവയ്ക്ക് പങ്കെടുത്തത് ഇന്ന് വളരെ അഭിമാനപൂർവ്വം ഓർക്കുകയാണ്. ഞങ്ങളും ഈ വലിയ ഉദ്യമത്തിൽ പങ്കാളികളായി. അതിനുശേഷവും എനിക്ക് അയോധ്യയിൽ പോകാനുള്ള അവസരം, കർഷകനായി പോകാനുള്ള, കർഷകരെ നയിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം അവിടെ BJPയുടെ ഭരണമായിരുന്നു. ശ്രീ കല്യാൺ സിംഗാണ് അന്ന് ഭരിച്ചിരുന്നത്. കർഷകർക്ക് ഒരു നിലയിലുള്ള ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നില്ല. പക്ഷെ 90-ൽ നടന്ന കർഷക അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് വളരെ ഭയാനകരമായ, വളരെയധികം പ്രതിസന്ധികളെ അതിജീവിച്ച കർഷകയായിരുന്നു നാം നടന്നത്. പക്ഷെ ഏത് പ്രതിസന്ധിയിലും നമ്മൾ വിജയിക്കും എന്ന് തെളിയിച്ച കർഷകയായിരുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് കർഷകരുടെ ആത്മസമർപ്പണത്തിൻ്റെ ഫലമാണ് ഇന്ന് ജനുവരി 22-ന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠയിലൂടെ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി രാമക്ഷേത്രം ഉയരുന്നത്. 5 നൂറ്റാണ്ടായി രാമസേവകരായ, രാമഭക്തരായ, ദേശഭക്തരായ ആൾക്കാർ നടത്തിയ നിരന്തര പോരാട്ടത്തിൻ്റെ വിജയമാണ് നമ്മൾ ഈ ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിലൂടെ സഫലമാകാൻ പോകുന്നത്. ആ ഒരു വലിയ മഹായജ്ഞത്തിൽ സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ ഒരു പ്രക്ഷോഭത്തിലൂടെ വിജയത്തിലെത്തിച്ച, വീണ്ടും നമ്മുടെ ദേശീയതയെ ഉജ്ജ്വലമാക്കുന്ന, നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും ലോകത്തിനു മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്ന ആ മഹത്തായ അവസരം സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾക്കും ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റത്തെ ചാരിതാർത്ഥ്യത്തോടു കൂടിയും അഭിമാനത്തോടും കൂടിയാണ് ആ ദിവസം ഞങ്ങളും കാത്തിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു ഈ സംഭവവികാസങ്ങളൊക്കെ നടന്നിട്ട്. അടിയന്തരാവസ്ഥയൊക്കെ അതിനും ഭീകരമായ അവസ്ഥയാണ് ഈ പറഞ്ഞു കേട്ടിടത്തോളം. അപ്പം അന്ന് ഇപ്പോൾ ഈ എത്തി നിൽക്കുന്ന ഒരു മുഹൂർത്തം, അന്ന് എപ്പോഴെങ്കിലും നിങ്ങളത് യാഥാർത്ഥ്യബോധത്തോടെ കണ്ടിട്ട് ഇങ്ങനൊരു മുഹൂർത്തം ഭാവിയിലുണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രാണപ്രതിഷ്ഠ നടക്കും, മുലായം സിംഗിൽ നിന്ന് യോഗിയിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ UP. അപ്പോൾ ഇതുപോലെ ഒരു ദിവസം അന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ? ആ ജയിലിൽ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ യാതനകൾ ഏറ്റുവാങ്ങുമ്പോഴോ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. 33 പതിറ്റാണ്ടുകൾക്ക് മുൻപ് രാമരഥയാത്ര നടത്തിയ സമയത്ത്, പ്രത്യേകിച്ച് ആദരണീയനായ ലാൽ കൃഷ്ണ അദ്വാനിജിയുടെ നേതൃത്വത്തിൽ 1990 സെപ്റ്റംബറിൽ ആരംഭിച്ച രഥയാത്രയാണ് ചരിത്രം മാറ്റിമറിക്കുന്ന നിലയിലേക്ക് വളർന്നത്. ആ രഥയാത്ര സമയത്ത് എല്ലാ ജില്ലകളിലും രാമജ്യോതി പ്രയാണം നടന്നിരുന്നു. അന്ന് എഴുതപ്പെട്ട ഒരു മലയാള കവിത, അത് സംഗീതാവിഷ്കരണം നടത്തി. അതിൽ പറയുന്നു, രാമക്ഷേത്രം അവിടെ ഉയരുക തന്നെ ചെയ്യും, അതിന് യാതൊരു സംശയവുമില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ആ ഗാനം. അത് ഞങ്ങൾക്ക് വലിയ പ്രചോദനമായിരുന്നു. ഞങ്ങൾക്ക് ഈ സ്വപ്നം യാഥാർത്ഥ്യമാവും എന്ന് തന്നെ പൂർണ്ണമായി ഓരോ കർഷകരും
അന്നേ ധരിച്ചിരുന്നു. അതിൽ ഒരു ആത്മവിശ്വാസക്കുറവുമില്ല. ഞങ്ങൾ അന്ന് ഇതെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ ആ കാല അളവ് മാത്രം എന്നാകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു സമയബന്ധിതമായി, കാരണം ഇവിടുത്തെ നിയമസംഹിതയും കേസും ബാക്കി കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് അത് എത്ര സമയമെടുക്കും എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇത് രാമക്ഷേത്രം ഉയരുക തന്നെ ചെയ്യും, ഈ അയോധ്യ മൂവ്മെൻറ്റ് വിജയം കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് ഓരോ കർഷകനും ആത്മാർത്ഥമായിട്ടന്ന് ധരിച്ചിരുന്നു. അത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണെന്ന് തന്നെ നിങ്ങൾ കരുതിയിരുന്നു. അയോധ്യ സൂര്യഗ്രഹണം നീങ്ങി ദീപാലങ്കൃതയാകി എന്ന് ശ്രീ പി പരമേശ്വരി എഴുതി. അന്ന് എഴുതി. അതെഴുതിയിട്ട് 3 പതിറ്റാണ്ട് കഴിഞ്ഞു. ഇതാ നമ്മൾ കണ്ടില്ലേ ദീപാലങ്കൃതയായത്. കോടി കോടി ഹിന്ദു മനസ്സിൽ ആവേശം നാം സൃഷ്ടിക്കും, രഘുവരനാണേ സത്യം, രഘുവരനാണേ സത്യം, ക്ഷേത്രം അവിടെ നിർമ്മിക്കും, രാമക്ഷേത്രം നിർമ്മിക്കും, ഭവ്യക്ഷേത്രം നിർമ്മിക്കും. അപ്പോൾ അന്ന് എല്ലാവർക്കും ഒരു ആത്മവിശ്വാസം, ഈ കർസേവകരായി യശോവന്ത് വൃക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ പോയ എല്ലാ കർസേവകർക്കും തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഈ രാമക്ഷേത്രം ഇവിടെ ഉയരുക തന്നെ ചെയ്യും. പക്ഷെ വീണ്ടും നമുക്ക് 3 പതിറ്റാണ്ട് കാത്തിരിക്കേണ്ടി വന്നു. സംയമനത്തോടു കൂടി ഈ രാഷ്ട്രത്തിന് മറ്റ് ഒരു വിഷമവും ഉണ്ടാക്കാതെ, അതായത് ഒരു പ്രതിസന്ധികളും ഉണ്ടാകാതെ അങ്ങേയറ്റം സൗഹാർദ്ദത്തോടു കൂടി നിയമപരമായി തന്നെ കോടതി വിധിയിലൂടെ അത് നടപ്പായി. അത് ലോകത്തിനൊരു മാതൃകയായി. ഇന്ന് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും, കാരണം മുസ്ലിങ്ങളൊക്കെ ഒരു 3-4 നൂറ്റാണ്ട് മുൻപ് അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഹിന്ദുക്കളായിരുന്നവരാണ്, ഈ ദേശത്തിൻ്റെ സന്തതികളാണ്. നമുക്കെത്ര തന്നെ രാമൻ സ്വീകാര്യനാണോ അത്ര കണ്ട് തന്നെ രാമൻ അവർക്കും സ്വീകാര്യനാണ്. എൻ്റെയും മുഹമ്മദിൻ്റെയും അതുപോലെ യൂസഫിൻ്റെയും ഒക്കെ പൂർവികനാണ് ശ്രീരാമചന്ദ്രഭഗവാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് രാമൻ. അതല്ലാതെ രാമന് വെറും മതപരമായിട്ട് മാത്രമല്ല, അന്നും ഇന്നും എന്നും ഞങ്ങൾ കണ്ടിരുന്നത് രാമനെ ഈ സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ടാണ്. അത് എന്നെപ്പോലെ തന്നെ ഈ നാട്ടിലെ ഓരോ മുസ്ലിം സഹോദരന്മാർക്കും അവകാശപ്പെട്ടതാണ്. രാമൻ, അയോധ്യ, ഈ പ്രക്ഷോഭം, വിജയം, എങ്ങനെ നമ്മൾ ഈ വിജയം ആഘോഷിക്കുന്നുവോ, ഈ വിജയം മനസ്സിൽ സന്തോഷിക്കുന്നുവോ, അതുപോലെ ഇവിടുത്തെ ഓരോ മുസ്ലിം സഹോദരന്മാരും സന്തോഷിക്കണം. വളരെ ചെറിയ ഒരു വിഭാഗം ആൾക്കാർ ഇതിൽ വിഷം ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്കൊന്നും കൂടുതൽ കാലം നിലനിൽക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ വരുന്ന വാർത്തകൾ, അവിടുത്തെ കേസ് കൊടുത്ത, അയോധ്യ പ്രക്ഷോഭത്തിന് കേസ് കൊടുത്ത ആൾ തന്നെ ഈ രാമക്ഷേത്രം ഉയരുന്നതിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതുകൊണ്ട് ഭൂരിപക്ഷം മുസ്ലിം സഹോദരങ്ങളും അവർ രാമക്ഷേത്രം ഉയരാൻ തന്നെ അവരും ആഗ്രഹിക്കുന്നത്, ഇത് ഈ സമൂഹത്തിൽ അന്തർചിത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ചില ക്ഷുദ്രശക്തികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ ഒരു ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന ഈ ഒരു വലിയ പ്രസ്ഥാനത്തിന് അവരും മനസ്സുകൊണ്ട് പൂർണ്ണമായി അവരുടെ പിന്തുണയുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. ലോകം മുഴുവൻ ഇന്ന് ഈ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് നമുക്ക് ഈ 22-ാം തീയതി സാർത്ഥകമാവുകയാണ്. നമസ്തേ.